ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അഡിനിയം പ്ലാന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 2-3 അഡിനിയം ഉണ്ട് കേട്ടോ. ഒറ്റ കളറേ ഉള്ളൂ. ഞാനങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇത് കുഞ്ഞിലേ തൈയായിട്ട് എനിക്ക് കിട്ടിയതാണ്. ഇതിപ്പോൾ ഞാൻ തുടയ്ക്കുന്നത് ഇത് പുറത്തിരുന്നതാണ്. നല്ല വെയിലത്താണ് ഇതിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് പുറത്തിരുന്ന ചെടിയാണ്, അതുകൊണ്ട് ഞാൻ ചെടിച്ചട്ടി ഒന്ന് തുടയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ചെടി നമ്മൾ നല്ല സൂര്യപ്രകാശത്തിലാണ് വെക്കേണ്ടത്. ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ഒരു കാര്യവും ഇല്ല. എന്നും വെള്ളം ഒഴിക്കുകയോ രാവിലെ വൈകിട്ടും വെള്ളം ഒഴിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇതിന് പകൽ മുഴുവനുള്ള സൂര്യപ്രകാശം ഇതിന് കിട്ടിയാൽ അത്രയും നല്ലതാണ് കേട്ടോ. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഇതിന് പൂവുണ്ടാകത്തേ ഇല്ല. എൻ്റെ ഈ ചെടിയൊക്കെ ഞാനാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ മുറ്റത്ത് കുറച്ച് വെയിലേ കിട്ടത്തുള്ളായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് പൂവില്ലാതെ കുറേ നാൾ നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പം അടുത്തുള്ള മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ട് ഇതിന് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്നുണ്ട്. അതിനു മുമ്പ് ഞാനിത് ടെറസിൻ്റെ മുകളിൽ കുറച്ച് നാൾ വെച്ചായിരുന്നു. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശമാണല്ലോ. അപ്പം നല്ലവണ്ണം നിറച്ച് ഇതിനകത്ത് പൂവുണ്ടായിക്കൊണ്ടിരുന്നതാണ്. പിന്നെ എനിക്ക് മുകളിലോട്ട് കയറാൻ പറ്റാതായപ്പം ഞാനിതെങ്കിൽ താഴെ എടുത്തുകൊണ്ട് പോരുന്നതാണ്. അപ്പം പൂവില്ലാതായി. ഇപ്പം വേണ്ട കുറേശ്ശെ പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് വേറൊരു ചട്ടിയിൽ ഞാൻ വെച്ചതാണ്. ഇതെല്ലാം വെളിയിൽ മഴയും വെയിലും ഒക്കെ കൊണ്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ആ ചുവട് കാണാനാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പൂവും ചുവട് വശവും അതിന് കോഡക്സ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഏകദേശം 5 വർഷമായി ഞാനിത് വളർത്താൻ തുടങ്ങിയിട്ട്. 5 വർഷത്തിൽ കൂടുതലായേ ഇത് വളർത്താൻ തുടങ്ങിയിട്ട്. അത്രയും നാളത്തെ ഒരു പരിചയം വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് ഒരു കെയറും വേണ്ടുന്ന ചെടിയല്ല കേട്ടോ. സൂര്യപ്രകാശത്തിൽ വെച്ചാൽ മാത്രം മതി. എന്നും വെള്ളം ഒഴിക്കേണ്ട, രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കേണ്ട, അങ്ങനെ ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ്. പക്ഷെ നിറയെ പൂക്കളും ഉണ്ടാകുന്ന ചെടിയാണ് നമ്മുടെ അഡിനിയം ചെടി. ഞാനിതിനങ്ങനെ വളമൊന്നും ചെയ്യാറില്ല കേട്ടോ. എന്നിട്ടും പൂവുണ്ടായി നിൽക്കുന്നത് കണ്ടോ. ഇതിപ്പം എല്ലാത്തിനകത്തും മുട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പം ഒരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് കണ്ടത്. ഇനി അത് പൊഴിഞ്ഞു പോയി കഴിഞ്ഞ് പിന്നെ എന്ന് വരാനാ. അപ്പം അന്നേരപ്പം അങ്ങ് വീഡിയോ ചെയ്യാമെന്ന് കണ്ടേ. പിന്നെ പറയാനുള്ളത്, ഇതുപോലെ വെട്ടി നിർത്താതെ എത്ര വളർത്തിയെന്ന് പറഞ്ഞാലും അതിനൊരു ഭംഗിയില്ല കേട്ടോ. വെട്ടി നിർത്തിയാലേ പൂക്കളുണ്ടാകത്തുള്ളേ. കറക്റ്റ് സമയത്ത് നമ്മൾ വെട്ടി നിർത്തിയാൽ നല്ലവണ്ണം ഇതിന് ബ്രാഞ്ചസൊക്കെ വരുവേ. അപ്പം അങ്ങനെ എല്ലാ ശിഖരത്തിലും പൂക്കളുണ്ടായിട്ട് നിറയും. അപ്പം വെട്ടി നിർത്തുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യമേ. ഇത്രയും ആരോഗ്യമുള്ള തണ്ട് മുറിച്ച് കളഞ്ഞ് അങ്ങനെ വിഷമമായിട്ട് ആരും വെട്ടാതെ നിർത്തണ്ട കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ പറയാവേ. പരിചരണം വേണ്ട, കെയറിങ് വേണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ചെടികളുണ്ടല്ലോ എന്നും വെള്ളം ഒഴിക്കണം, സൂര്യപ്രകാശത്തിൻ്റെ വളത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. ഇതങ്ങനൊന്നും ആവശ്യമില്ല കേട്ടോ. ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യമില്ല ഈ ചെടിക്ക്. ഈ ചെടിയാണ് കൂട്ടത്തിലേക്കും ഇച്ചിരി വലിപ്പമുള്ളത് കേട്ടോ. നല്ല വലിപ്പമുണ്ട് ഈ ചെടിക്ക്, നല്ല ആരോഗ്യമുണ്ട്. എൻ്റെ അഡിനിയം 2-3 എണ്ണ ഉള്ളെങ്കിലും അതിന് നല്ല ആരോഗ്യമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കോഡക്സൊക്കെ കണ്ടോ, നല്ല വലിപ്പമാണ് കേട്ടോ. വീഡിയോയ്ക്കകത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല വലിപ്പമുണ്ട് ഇതിൻ്റെ കോഡക്സ്. ഇതിൻ്റെ മൂടുഭാഗം മണ്ണിങ്ങനെ മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്, ഇളകി കിടക്കുന്നത്. ഇവിടെ പന്നിയെലിയുടെ ഭയങ്കര ശല്യമാണ് കേട്ടോ. പന്നിയെലി, വലിയ എലി, പന്നിയെലി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ശല്യം. ഇതിൻ്റെ മൂടൊക്കെ മാന്തിയൊക്കെ ഇടുകയാണ്. മണ്ണെല്ലാം മേലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശല്യം എൻ്റെ മിക്ക ചെടിയുടെ മൂട്ടിലും കയറിയിരുന്ന ഈ മാന്തലാണ്. എന്തിനാണാവോ എനിക്കറിയാൻ പറ്റുന്നില്ല. ഇത്രയും വലിപ്പമുള്ള ഒരു അഡിനിയം വാങ്ങണമെങ്കിൽ അതിന് എത്രയോ രൂപയാകും അല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം വന്നു. ഈ എലിയുടെയൊക്കെ ഒരു കാര്യം എന്തോ പറയാനിപ്പം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് വെയിലത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഞാനങ്ങനെ ഇതിന് കൂടുതൽ വളമൊന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ വെട്ടി നിർത്തും. ഈ പ്രാവശ്യം വെട്ടി നിർത്താൻ മറന്നുപോയതല്ല, സമയം കിട്ടിയില്ല. അപ്പം ഇതിൻ്റെ ആ കോഡക്സ് കഴിഞ്ഞ് കുറച്ച് ഭാഗം മാത്രം വെച്ചിട്ട് ഞാനങ്ങോട്ട് വെട്ടി നിർത്താറുണ്ട്. ഈ ഫെബ്രുവരി മാസത്തിലൊക്കെ വെട്ടി നിർത്തുകയാണെങ്കിൽ വേനൽ സമയത്ത് നല്ലോണം പൂവൊക്കെ ആകുമേ. മഴ സമയത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അളിയാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ തണ്ടുഭാഗമൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ. അങ്ങനെ അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ വെട്ടി നിർത്തുന്നതാണ് നല്ലത്.
ഈ അടിഞ്ഞയം കണ്ടോ, ഇതിന് കോഡക്സ് ഇല്ല. ഇതാണ് ഞാൻ പറയാനിരുന്ന കാര്യം. ഇതിന് കോഡക്സ് ഇല്ല. ഞാനിതുപോലെ വെട്ടിയ തണ്ട് എടുത്ത് ഒന്ന് കുത്തിയതാണ് കേട്ടോ. ദൈവമേ, അത് കഴിഞ്ഞ ദിവസമൊക്കെ നോക്കുമ്പോൾ മുട്ടിട്ട് വന്നിരിക്കുന്നു. വെയിൽ ശരിക്കും കിട്ടി തുടങ്ങിയത് ഈ കഴിഞ്ഞ ദിവസം മുതലാണ്. അപ്പോൾ അതിനകത്ത് ദേ മുട്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. ഇതിന് കോഡക്സ് ഉണ്ടാകത്തില്ല, പക്ഷേ ഇതിന് പൂവുണ്ടാകും. കോഡക്സ് ഉണ്ടാകത്തില്ല എന്ന് അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഇനി കുറേ നാളൂടെ നോക്കിയിട്ട് ബാക്കി ഉണ്ടാകുവാണെങ്കിൽ ഞാൻ പറയാം. എന്തായാലും ഇല്ല, കോഡക്സ് ഇല്ല കേട്ടോ. കുറേ നാളായതാണ്. അതുകൊണ്ട് ആരും വെട്ടി നിർത്താൻ വിഷമിക്കേണ്ട. വെട്ടിയ തണ്ട് എത്ര ചെറുതാണെങ്കിലും കുഴിച്ചു വെച്ചോ പൂവുണ്ടാകുമേ. ഇതൊരു ബോൺസായി ചെടിയാണ്. ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റിയ നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇതിൻ്റെ കോഡക്സാണ് ഇതിൻ്റെ പ്രായവും ഇതിൻ്റെ വിലയും ഒക്കെ നിശ്ചയിക്കുന്നത്. ഇതിൻ്റെ കോഡക്സാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആ വേരിൻ്റെ ആ ഭാഗം, അതാണ് ഇതിൻ്റെ ആ ഭംഗിയും ഇതിൻ്റെ ആ കാലപ്പഴക്കവും ഒക്കെ നിശ്ചയിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒന്നേ ഉള്ളെങ്കിലും വളർത്തിക്കോ കേട്ടോ. അപ്പം ബൈ ബൈ.